പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിന്റെ 28ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ഏതൊന്നിൻ്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഒരു നല്ല അടിസ്ഥാനം ആവശ്യമാണ്. ഒരു വീടായാലും ഒരു ഉയർന്ന കെട്ടിടമായാലും അത് നിലനിൽക്കണമെങ്കിൽ അതിന് നല്ല അടിസ്ഥാനം ആവശ്യമാണ്. അടിസ്ഥാനം എല്ലാവരും കാണപ്പെട്ട് കിടക്കുന്നതല്ല, അത് മറയപ്പെട്ടിരിക്കുന്നതാണ്. ശരിയായ അടിസ്ഥാനങ്ങൾ ഇടാതെ മറ്റുള്ളവർ കാണത്തക്ക നിലയിലുള്ള മറ്റു ഭാഗങ്ങൾ മാത്രം നന്നായിരുന്നാലും പ്രതികൂലങ്ങൾ അതിന്മേൽ ആഞ്ഞടിക്കുമ്പോൾ ആ പണികൾ തകർന്നു വീഴുന്നത് കാണുവാനിടയാകും. അതാ തകർന്നു വീഴുക തന്നെ ചെയ്യും. ഈ സങ്കീർത്തനത്തിൽ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യുമെന്ന് ഭക്തൻ ചോദിക്കുന്നു. ഈ പരാമർശം ആരുടെ അല്ലെങ്കിൽ എന്തിൻ്റെ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഏതായാലും ഒരുവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം ആണെന്നുള്ളതിന് സംശയമില്ല. എന്താണ് ശരിയായ അടിസ്ഥാനം? നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഒരാൾ ഒരു ഗോപുരം പണിയാൻ തുടങ്ങിയാൽ അത് തീർക്കുവാൻ തനിക്ക് കഴിയുമോ എന്ന് ആദ്യം നോക്കും. അല്ലെങ്കിൽ അടിസ്ഥാനമിട്ടതിന് ശേഷം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് അത് പരിഹസിക്കും. എൻ്റെ പിതാവ് ഏറിയ വർഷങ്ങൾ വിദേശ രാജ്യത്തിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. ഞങ്ങളൊരു കുഞ്ഞു വീട്ടിൽ താമസിക്കുന്ന കാലം ഒരിക്കലും എൻ്റെ പിതാവിനും മാതാവിനും തോന്നി ഒരു വീട് വെക്കണം. ആമേൻ. നല്ലൊരു അടിസ്ഥാനം ഇട്ടു. എന്നാൽ അത് ഏറിയ വർഷങ്ങളായിട്ടും ആ വീട് പണിത് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് നല്ലൊരു വീട് പണിയുവാൻ ആഗ്രഹിച്ച് ആരംഭിച്ച ആ പണി അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പലരും ആ അടിസ്ഥാനവും ആ പൂർത്തീകരിക്കാത്ത വീടും നോക്കി പരിഹസിക്കുവാനിടയായി. ഞങ്ങൾ ആ കാലഘട്ടങ്ങളെ ആമേസ്ത്രം ഓർക്കാറുണ്ട്. ഏറിയ വർഷം കഴിഞ്ഞതിന് ശേഷം ആ അടിസ്ഥാനത്തെ മൊത്തം പൊളിച്ചു മാറ്റി മറ്റൊരു അടിസ്ഥാനമിട്ട് നല്ലൊരു ഭവനം പണിയുവാനിടയായി. ഏത് ഭവനം പണിയണമെങ്കിലും ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കണം. തിരുവചനം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ വചനപ്രകാരം അടിസ്ഥാനമില്ലാത്ത ഭവനങ്ങളും കൂട്ടായ്മകളും ആത്മീയ ജീവിതമെന്ന് പറയുന്ന എല്ലാ പ്രവർത്തികളും ഒടുവിൽ ലജ്ജിക്കേണ്ടതായി വരും. നമ്മുടെ അടിസ്ഥാനം എന്തായിരിക്കണമെന്നും ഏതായിരിക്കണമെന്നും തിരുവചനം വളരെ വ്യക്തമാക്കുന്നു. അത് നാം ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. നാം കടന്നു പോകുന്ന കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ആരാധനയും ശുശ്രൂഷകളും ലഭിക്കുന്നുണ്ടോ എന്ന് നാം ആത്മാവിൽ ശോധന ചെയ്യണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഏത് ശുശ്രൂഷകൾ നടന്നാലും പുതിയ ഉപദേശങ്ങൾ ആര് ഉപദേശിച്ചാലും 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്ന്, കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? രണ്ടാമതായി, യേശുവോ അപ്പോസ്തലന്മാരോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? മൂന്നാമതായി, നാം ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ നാം അത് പാടെ ഉപേക്ഷിക്കണം. യേശുക്രിസ്തുവോ അപ്പോസ്തലന്മാരോ ഇത് സ്തോത്രം പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, പ്രിയ ദൈവവേദനേ, ഈ ഉപദേശം നാം കൈക്കൊള്ളാതെ നാം അത് പാടെ ഉപേക്ഷിക്കണം. ആമേൻ. നമ്മുടെ സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ ഉപദേശം അടിസ്ഥാനക്കല്ലും മൂലക്കല്ലും ക്രിസ്തു തന്നെയായിരിക്കണം.
വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ നീതിമാന്മാരുടെ അടിസ്ഥാനങ്ങൾ വരെ മറിഞ്ഞു പോകും. ലോത്ത് അതിന് നല്ല ഒരു ഉദാഹരണമാണ്. തൻ്റെ തിരഞ്ഞെടുപ്പും ഭവന നിർമ്മാണവും മക്കളെയും കുടുംബത്തെയും പോറ്റി വളർത്തലും വചനപ്രകാരം അല്ലായികയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്ത് എന്നാണ് വചനം ആമേൻ പറയുന്നത്. അവനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. ദുഷ്ടന്മാരുടെ അടിസ്ഥാനങ്ങളും ഒരിക്കലും നിലനിൽക്കുകയില്ല. പ്രിയ ദൈവവേദിയിലെ ലോകത്തിലുള്ള എല്ലാ പണികളുടെയും അടിസ്ഥാനങ്ങൾ ഒരു ദിവസം അവൻ ഇളകിപ്പോകും. ഈ ഭൂമിയുടെയും അടിസ്ഥാനങ്ങൾ ഇളകും. എന്നാൽ ദൈവത്തിന്റെ അടിസ്ഥാനങ്ങൾ ഒരിക്കലും അവൻ ഇളക്കം ഉണ്ടാകുന്നില്ല. ഈ ഭൂമിയിൽ നീതിമാന് ജീവിക്കുവാനുള്ള അവകാശങ്ങൾ അവൻ ഹനിക്കപ്പെടുമ്പോൾ, അബ്രഹാമിനെ പോലെ അവൻ കൂടുവിട്ട് കൂടി മാറി അവൻ അലയേണ്ടി വരുമ്പോൾ, നാം ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി അവൻ നോക്കി പാർക്കാം. ആമേൻ, ഹല്ലേലൂയ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുന്നു. ഈ ലോകത്തിലെ അടിസ്ഥാനങ്ങളെല്ലാം മറിഞ്ഞു പോകും കുഞ്ഞെ. ഈ ഒരു ഭക്തൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ ഒരിക്കലും കുലുങ്ങിപ്പോകത്തില്ല. എന്നേക്കും നിലനിൽക്കുന്ന സിയോൺ പർവ്വതം പോലെയായിരിക്കും. ആകയാൽ ഈ പ്രഭാതം ദൈവസന്നിധിയിൽ നമ്മുടെ അടിസ്ഥാനം യേശുവിലായിരിക്കണം. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ വിശുദ്ധരായി ജീവിച്ച എത്രയോ പ്രിയപ്പെട്ടവരുടെ ആത്മീയ അടിസ്ഥാനം മറിഞ്ഞ് പാപത്തിൽ ജീവിക്കുന്നു, രഹസ്യ പാപത്തിൽ ജീവിക്കുന്നു. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. കുടുംബത്തിന്റെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയി, വ്യക്തിപരമായ അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയി, ആരാധനയും പ്രാർത്ഥനയും ഇല്ലാതെ ദൈവസഭയിൽ കടന്നു വരാതെ എത്രയോ പേർ അടിസ്ഥാനം മറിഞ്ഞ് പോയി കിടക്കുന്നു. കുടുംബ ജീവിതങ്ങളുടെ അടിസ്ഥാനം മറിഞ്ഞുപോയി. ആമേ, കാലത്തിന്റെയും കാരണം ആമേ ഹല്ലേലൂയ വിശ്വാസ ജീവിതത്തിൽ അവൻ അടിയുറയ്ക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വചനം ആമേ എന്ന അടിസ്ഥാനം ജീവിതത്തിൽ ഇല്ലാതെ ലോകമോഹങ്ങളിൽ വെച്ച് അവൻ തകർന്നു പോയ എത്രയോ വ്യക്തി ജീവിതങ്ങൾ. ഈ പ്രഭാതം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ക്രിസ്തു മൂലക്കല്ലായി അടിസ്ഥാനമിട്ടുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവകൃപകളെ പ്രാപിച്ചുകൊണ്ട് അവൻ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിത്യതയോളം ക്രിസ്തു യേശുവിൽ അടിസ്ഥാനമിട്ട് ആത്മീയ പൈതലായി ജീവിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ പ്രഭാതം അവൻ നമുക്കും പറയുവാനിടയാകണം. അവൻ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? എന്നത്തെ നീതിമാൻ അവൻ ഇന്ന് സ്തോത്രം നീതിമാന്മാർ എന്ന് പറയുന്ന അനേകരും എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ എന്തും കാണിച്ചു കൂട്ടുവാൻ, എങ്ങനെ വേണമെങ്കിൽ ജീവിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നാം നിൽക്കുന്നത്. നാം പൗലോസ് പറയുന്നത് പോലെ വീണു പോകാതിരിപ്പാൻ നാം നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിൽ നമുക്ക് അടിസ്ഥാനമിട്ടുകൊണ്ട് ദൈവകൃപയോടുകൂടി നിൽപ്പാൻ ദൈവം കൃപ നൽകട്ടെ. നമ്മുടെ കണ്ണുകളെ ഈ പ്രഭാതത്തിൽ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയി എത്രയോ പേർ ആത്മീയ ജീവിതത്തിൽ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിൽ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കുടുംബങ്ങളിൽ, ഹല്ലേലൂയ, സ്ഥാപനങ്ങളിൽ, ആലയങ്ങളിൽ കർത്താവ് എത്ര പേർ അവൻ ഓരോ ദിനവും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, സ്വർഗീയനാഥനെ ഇന്ന് പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യും. നിരാശയോടുകൂടി ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പ്രഭാതം അടിസ്ഥാനം ആരെങ്കിലും കർത്താവെ മറിഞ്ഞു പോയ വ്യക്തികൾ ഈ പ്രഭാതം ഈ സന്ദേശം കേൾക്കുന്നത്, സാമ്പത്തിക അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയോ, ആത്മീയ അടിസ്ഥാനങ്ങൾ, പ്രാർത്ഥന അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയോ, ഇന്ന് പ്രഭാതം അവൻ ക്രിസ്തുവിൽ ബലപ്പെടുവാൻ, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ ബലപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യും, മഹത്വമിടും. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിറഞ്ഞ ഹൃദയത്തോടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം.
മഹത്വം അങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.